ഡോക്ടർ അബിയോട് പറയാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, തലയിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടെന്നൊക്കെ. അബി പറയും എനിക്ക് ജാനകിയെ തിരിച്ചു വേണമെന്നൊക്കെ പറയും. ഡോക്ടർ പറയും ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറയും. അബി അമലിനോട് ചോദിക്കുക തമ്പി അത് ചെയ്യോ, അയാളുടെ മോളല്ലേ ഇതെന്ന്. ഇത് കേട്ടിട്ട് അമൽ പറയും മൃഗങ്ങൾക്ക് എന്ത് മോള്, അയാളത് ചെയ്യുമെന്ന് പറയും. അപർണയ്ക്ക് സംശയം തോന്നിയിട്ട് അച്ഛനെ വിളിച്ചു നോക്കും അച്ഛനാണോന്നറിയാൻ. പക്ഷെ തമ്പി ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ അഭിനയിക്കും. ആ കോള് കഴിയലും അടുത്തത് അബിയെ വിളിക്കുക. അബി തമ്പിയെ കൊല്ലുന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും. തമ്പി ഞാനല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞു നോക്കും. ഇതൊന്നും കേട്ടിട്ട് അബി വിശ്വസിക്കില്ല. അബി പറയും ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലാണ്, ഞാൻ വരുന്നുണ്ട് നിന്നൊന്ന് കാണാമെന്ന് പറയും. കോള് കഴിഞ്ഞിട്ട് തമ്പി ഇങ്ങനെ ചിരിക്കുക, ഒരു തെളിവില്ലാതെ തന്നെ കള ഞാൻ പറിച്ചു കളഞ്ഞതെന്നൊക്കെ പറയും. അവിടെ എത്തിയ സക്കീർ ഹുസൈൻ പറയും ഇത് പ്ലാൻ ചെയ്തതാണ്, ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് വണ്ടി ഇടിച്ചതാണെന്നൊക്കെ പറയും. വണ്ടി കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ഒരു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്, വണ്ടി കള്ള നമ്പർ വെച്ചാൽ വന്നതെന്നൊക്കെ പറയും. അപർണ ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ഭാവിച്ചിട്ട് അവിടുത്തെ വേലക്കാരിനോട് പറയും ജാനയ്ക്ക് ആക്സിഡൻ്റായി, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് പറയും. മഞ്ജു കരയുമ്പോൾ അങ്ങോട്ട് പൊന്നു വരികയാണ്. പൊന്നു എന്താണെന്ന് ചോദിക്കുമ്പോൾ അപർണ പറയും മഞ്ജു ചേച്ചിയുടെ ആരോ മരിച്ചുപോയി എന്നൊക്കെ പറയും. ആരാന്ന് ചോദിക്കുമ്പോൾ അമ്മയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു പറയും ആ അമ്മയാണ് മോളെ. പൊന്നു പറയും എന്നാൽ മഞ്ജു ചേച്ചി വേഗം വീട്ടിൽ പോയിക്കോ, കരയണ്ടെന്നൊക്കെ പറയും. മഞ്ജുവിനാണെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല. മഞ്ജു പൊന്നുവിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയും. എല്ലാവരും തമ്പി എന്ന് പറയുമ്പോൾ സക്കീർ ബായിക്ക് വേറൊരാളെയാണ് സംശയം, നകുലനെ. ഇത് കേട്ടിട്ട് അമല് പറയും നകുലൻ നാട്ടിലുണ്ടോ എന്ന് സക്കീർ ബായി ഒന്ന് അന്വേഷിക്കണം. രാധാമണി ഇങ്ങനെ മഴയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് രാധാമണിയെ നോക്കുന്ന സ്ത്രീ വന്നിട്ട് പറയും വന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മോളെ വിളിച്ചു തരാമെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ രാധാമണി സമ്മതിക്കും. എന്നിട്ട് ജാനകിയുടെ കൊള്ളയെ വിളിക്കുകയാണ്. അതെടുക്കുന്നതാണെങ്കിൽ അബിയും. രാവിലെ തൊട്ട് ജാനകിയെ വെയിറ്റ് ചെയ്യാണ്, ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ അവർ പറയും. എന്താ ജാനകി വരാഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ അബി സത്യങ്ങളൊക്കെ അവരോട് പറയാണ്.